നമസ്കാരം. വർത്തമാനത്തിലേക്ക് സ്വാഗതം. ഇന്ന് മുഖ്യമന്ത്രി വലിയ ജനപ്രിയ ബജറ്റൊക്കെ അവതരിപ്പിച്ചേക്കുക. കന്നി ബജറ്റ്. എനിക്ക് തോന്നുന്നു ശങ്കറിന് ശേഷം ഒരു മുഖ്യമന്ത്രി ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്തുകൊണ്ട് ബജറ്റ് അവതരിപ്പിക്കുന്നത് ഇദ്ദേഹം. ശങ്കറിന് ശേഷം ഉമ്മൻചാണ്ടി അവതരിപ്പിച്ചു. അത് ധനകാര്യ വകുപ്പ് മന്ത്രി ഇല്ലാതിരുന്നപ്പോഴാണ്, അദ്ദേഹത്തിന് വകുപ്പിന്റെ ചുമതലയില്ല. ഇത് മുഖ്യമന്ത്രി തന്നെ ധനകാര്യ വകുപ്പ് ഏറ്റെടുത്തുകൊണ്ട് അതിന്റെ ചുമതല വഹിച്ചുകൊണ്ട് ശങ്കറിന് ശേഷം രണ്ടാമത്തെ ബജറ്റ്, മൊത്തത്തിൽ മൂന്നാമത്തെ ഉമ്മൻചാണ്ടി ഉൾപ്പെടെ. പക്ഷെ ഇതൊരു ജനപ്രിയ ബജറ്റായിരുന്നു എന്നുള്ളതാണ് വിലയിരുത്താൻ സാധിക്കുന്നത്. കാരണം നികുതി ഏറ്റവും കൂടുതൽ ജനങ്ങളെ ബാധിക്കാത്ത രീതിയിൽ നികുതി വർദ്ധിപ്പിക്കാതെ തന്നെ പൊതുഖജനാവ് ശക്തിപ്പെടുത്താനും പൊതുഖജനാവിലേക്ക് സമ്പത്ത് ഉണ്ടാവാനുമുള്ള സാഹചര്യങ്ങളാണ് അതിനകത്തൂടെ വിശകലനം ചെയ്തിരിക്കുന്നത്. ഇതിന് പൊതുവെ എങ്ങനെയാണ് ഒന്ന് വിലയിരുത്താൻ പറ്റുന്നത്? അതായത് ഒരു ജനപ്രിയ ബജറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ സാറിന് ഉദ്ദേശിക്കുന്നത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ആനുകൂല്യങ്ങളും പ്രഖ്യാപനങ്ങളും ഉണ്ടാകുന്നുള്ളതാണ്. വെൽഫെയർ മെഷേഴ്സ് അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഒറ്റ കാരണം കൊണ്ട് ജനപ്രിയം എന്ന് പറയാൻ പറ്റുള്ളൂ, നികുതിയില്ല. ബാക്കി കാര്യങ്ങളിലൊക്കെ ഇതൊരു ജനപ്രിയം എന്ന് പറയത്തക്ക രീതിയിലുള്ള കാര്യങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇതൊരു ദിശാബോധമുള്ള ബജറ്റ്. സാധാരണക്കാരെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. സാധാരണക്കാരെ ബാധിക്കുന്നില്ല, പക്ഷെ ജനപ്രിയം എന്ന് പറയുമ്പോൾ അവർക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ? അല്ല, കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്. ആരോഗ്യ ഇൻഷുറൻസ്, ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള ആരോഗ്യ ഇൻഷുറൻസ്. അല്ല, ആരോഗ്യ ഇൻഷുറൻസ് നേരത്തെ പ്രഖ്യാപിച്ചാണ്. ഇതെല്ലാവർക്കും നടപ്പിലാക്കാൻ പുതുതായിട്ടൊന്നും ബജറ്റിലേക്ക് അങ്ങനെ ഒരു പുതിയ കാരണം സാമൂഹ്യ പെൻഷൻ വർദ്ധിപ്പിച്ചിട്ടില്ല. ശമ്പള കമ്മീഷൻ ശമ്പള പരിഷ്കരണം സംബന്ധിച്ചുള്ള പ്രഖ്യാപനങ്ങളൊന്നുമില്ല. അങ്ങനെയുള്ള ജനങ്ങളെ അങ്ങോട്ട് സന്തോഷിപ്പിക്കുന്ന തരത്തിലുള്ള ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇല്ല. പക്ഷെ ഞാനതിനെ കാണുന്നത് ഒരു ദീർഘവീക്ഷണത്തോടെയുള്ള ഒരു വിഷനുള്ള ബജറ്റായിട്ടാണ്. കേരളത്തെ രക്ഷപ്പെടുത്തണമെന്നുള്ള ഒരു നേതാവിന്റെ അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ അല്ലെങ്കിൽ ഒരു മുന്നണിയുടെ ഒരു ഇച്ഛാശക്തി ഈ ബജറ്റിലുണ്ട്. അതിനുമുമ്പൊക്കെ സാധാരണ ഒരു ബജറ്റ് തട്ടിക്കൂട്ട് ബജറ്റായിട്ട് ഇങ്ങനെ പോവുമായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല. ഇതെങ്ങനെയെങ്കിലും ഈ കേരളത്തെ ഒന്ന് രക്ഷപ്പെടുത്തണം. ഇതിനെ സംബന്ധിച്ച് വിമർശനമൊക്കെ ഉണ്ടാവും. ഇത് കേരളത്തെ കച്ചവടം ചെയ്യുകയാണ്, തീരദേശത്തെ കച്ചവടം ചെയ്യുകയാണ്, കേരളത്തിന്റെ ഒരു ഗ്രാമ്യ അല്ലെങ്കിൽ ആ ഒരു എൻവയോൺമെന്റിനെ തകർക്കുന്നതാണെന്നൊക്കെ പറഞ്ഞ് വിമർശനം വരാം. പക്ഷെ ഇതിനകത്ത് ഇപ്പോഴല്ലെങ്കിൽ എന്നേക്കുമായിട്ട് അവസരങ്ങൾ നഷ്ടപ്പെടുത്തുക എന്നുള്ള ഒരു വെല്ലുവിളിയുടെ മുന്നിൽ കേരളത്തെ എങ്ങനെയെങ്കിലും ഒന്ന് ഉയർത്തിക്കൊണ്ട് വരിക എന്നുള്ള ഒരു നേതാവിന്റെ ഇച്ഛാശക്തി ഇതിനകത്തുണ്ട്. അതില്ലാന്ന് പറയാൻ പറ്റത്തില്ല. അതിനെ വിമർശിക്കാം എന്നല്ലാതെ അത് ഇല്ലാന്ന് പറയാൻ പറ്റത്തില്ല. കാരണം അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണം അതിനകത്ത് തുറമുഖ ബജറ്റ് എന്നുള്ള ഒരു സങ്കല്പമാണ്. തുറമുഖ നഗരം എന്നുള്ളൊരു സങ്കല്പമാണ്. തുറമുഖ നഗരം അത്ര എളുപ്പമൊന്നുമില്ല. പക്ഷെ കേരളത്തെ സംബന്ധിച്ച് ഒത്തിരി സാധ്യതകളുള്ള അല്ലെ? അങ്ങനെയല്ലേ തോന്നുന്നത്? അത് തുറമുഖ ബജറ്റ് എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് തുറമുഖത്തെ കൂടുതലായിട്ട് മാത്രമല്ല, തുറമുഖ വകുപ്പും പുള്ളിയുടെയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് അതിനകത്ത് ഒരുപാട് വിഷൻസ് ഉണ്ട്. ഒരുപാട് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്, എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചൊരു ധാരണ പുള്ളിക്കുണ്ട്. അപ്പൊ അത് ആ ബജറ്റിൽ അത് നേടിച്ച് കാണുന്നു എന്നുള്ളത്. പക്ഷെ അതിലേക്കുപരി നമ്മള് ഈ അങ്ങ് മുമ്പേ പറഞ്ഞതുപോലെ കേരളത്തെ ഒന്ന് ഉയർത്തിക്കൊണ്ട് വരണം, കേരളം ഒന്ന് വച്ച പിടിക്കണം. അതിനൊക്കെ ഉണ്ടാവേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ യുവാക്കളെ ഇവിടെ പിടിച്ചു നിർത്തുക. ഇവിടുത്തെ എന്താ ഇപ്പൊ സംഭവിക്കുന്നത്? എന്താ പ്ലസ് ടു കഴിഞ്ഞാൽ കുട്ടികൾ വിദേശ രാജ്യത്തേക്ക് പഠിക്കാൻ പോവുക. അവിടെ പഠിക്കാൻ പോയി അവിടെ അങ്ങ് പേര് കിട്ടി, അവിടെ ജോലിയായി, അവിടെ അവരൊന്ന് സെറ്റിൽ ആവുകയാണ്. ഇങ്ങോട്ട് വരുന്നില്ല. പണ്ട് ഗൾഫിലായിരുന്നു പോകുന്നത്, ഇപ്പം ഗൾഫിലൊന്നും പോകുന്നില്ല. ഇപ്പൊ ആളുകൾ പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് കുട്ടികളങ്ങ് പോവുക. അപ്പൊ അവരെ ഇവിടെ പിടിച്ചു നിർത്താൻ, യുവാക്കളെ ഇവിടെ പിടിച്ചു നിർത്താൻ, അവർക്കൂടെ ഉന്നത വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തി അവർക്ക് ഇവിടെ തന്നെ ഒരു തൊഴിൽ ഉണ്ടാവുന്ന രീതിയിൽ അതൊരു വലിയൊരു മിഷനാണ്. ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള നിലവാരമുള്ള ഒരു വിദ്യാഭ്യാസ സംവിധാനം വേണം, കാലാനുസൃതമായിട്ടുള്ളത്. അത് ആണ് പുള്ളിയുടെ ഒരു കാഴ്ചപ്പാട്. രണ്ടാമത് വിദ്യാഭ്യാസം കൊടുത്തുകൊണ്ട് മാത്രം കാര്യമില്ല. ആ വിദ്യാഭ്യാസം നേടിയവർ ഇവിടെ തന്നെ പിടിച്ചു നിൽക്കാനുള്ള തൊഴിലവസരങ്ങൾ. ഇത് രണ്ടും പുള്ളിയുടെ കൃത്യമായ വിഷനുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് പുള്ളി ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരാനായിട്ടാണ് പല ആഗ്രഹിക്കുന്നത്. ഇപ്പൊ തുറമുഖ നഗരം എന്ന് പറയുമ്പോഴത്തേക്ക് ഈ തീരദേശ ജില്ലകളെ എല്ലാം കൂടെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു വലിയൊരു ഡെവലപ്മെന്റ് കൊണ്ടുവരാനായിട്ട് പുള്ളി ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ
വിദേശത്തു നിന്നുള്ള നമ്മുടെ ധാരാളം പേര്, നമ്മുടെ NRIs അല്ലാതെയുമുള്ള ധാരാളം പേര് ഇവിടെ വന്ന് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇത് അവർക്ക് വേണ്ടി തുറന്നു കൊടുക്കും എന്ന് പറയുമ്പോൾ അവർ വരും. അതിനകത്ത് ധാതു ഖനനം ഉൾപ്പെടെ ധാതുഖനനം അത് രണ്ടാമത്തെ ഘട്ടമാണ്. ധാതുഖനനം പിന്നെ 3 ജില്ലകള്, തിരുവനന്തപുരം, പിന്നെ ആലപ്പുഴ, കൊല്ലം, ഈ 3 ജില്ലകളിലെ തീരദേശത്തെ അപൂർവ ധാതുക്കളെ ഖനനം ചെയ്ത്, കാരണം ഇത് വർഷങ്ങളായിട്ട് അവിടെ കിടക്കുകയാണ്. ഇതുകൊണ്ട് ആർക്കും ഒരു പ്രയോജനമില്ല. കരിമണം കർത്തായ പോലുള്ള ആൾക്കാർ കുറെ കടത്തിക്കൊണ്ട് പോകുന്നുള്ള ഒഴിച്ചാൽ ഒരു പ്രയോജനമില്ല. കൃത്യമായിട്ട് അത് പിന്നെ അസൈൻ ചെയ്ത് കൊടുത്ത് അതിന്റെ പണം കൃത്യമായിട്ട് സർക്കാരിന് തന്നെ വിഹിതം മേടിക്കുക. PPP അടിസ്ഥാനത്തിലായിരിക്കും അത്. സർക്കാരായിട്ട് അത് ഖനനം ചെയ്യുന്നില്ല, പക്ഷെ പ്രൈവറ്റ് മേഖലയ്ക്ക് കൊടുത്തുകൊണ്ട് വിമർശനങ്ങളുണ്ടാവും, ഉറപ്പാണ്. പക്ഷേ പണം വരും. ആ പണം കൊണ്ട് ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ഇതിനകത്തൊരു ബേസിക് ആയിട്ടുള്ള ചോദ്യം, ഇവിടെ സാധാരണക്കാരായ പാവപ്പെട്ട ആളുകൾക്കുള്ള വെൽഫെയർ മെഷേഴ്സ് നടപ്പാക്കാനായിട്ട് ഇപ്പോൾ പണമില്ല. 87,000 കോടി രൂപയുടെ ഡെഫിസിറ്റ് ആണുള്ളത്. 21,500 കോടി രൂപ ഇപ്പൊ തന്നെ കുറവാണ്. അതിനകത്ത് 5 ലക്ഷത്തിൽ പരം കോടി രൂപയുടെ ബാധ്യത പുറത്തു നിൽക്കുന്ന കടം. ഇതിനെയെല്ലാം മറികടന്നുകൊണ്ട് മുന്നോട്ട് പോയി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ, ഒന്നും വേണ്ട, ഒരു സാമൂഹ്യ പെൻഷൻ കൊടുക്കണമെങ്കിൽ പോലും ഇപ്പൊ കാശില്ല. വരുമാനത്തിന്റെ, ഒരു സംസ്ഥാനത്തിന്റെ ഏകദേശം ഇപ്പോൾ ഒരു 1.5 ലക്ഷം അല്ല 1,57,000 കോടി രൂപ മറ്റാണ് ഒരു വർഷത്തെ വരുമാനം, മൊത്തം വരുമാനം. ആ മൊത്തം വരുമാനത്തിന്റെ 77% ശമ്പളം, പെൻഷൻ, പലിശ 3 വേണ്ടി പോവുകയാണ്. ബാക്കി 23% മാത്രമേ ഉള്ളൂ ഈ ക്ഷേമ പെൻഷനും സാമൂഹ്യ ക്ഷേമ പെൻഷനും സകലവിധ ആനുകൂല്യങ്ങളും സൗജന്യങ്ങളും കൊടുക്കാനായിട്ട്. എത്ര കാലം കൊടുക്കും? എത്ര കൊടുക്കും? ഇപ്പൊ ഈ ബജറ്റ് കണ്ട കൃത്യമായിട്ട് അറിയാം, ഒന്നും ചെയ്തിട്ടില്ല, ഒന്നും കൊടുത്തിട്ടില്ല, ആർക്കും ഒരു പുതിയ ആനുകൂല്യങ്ങളും കൊടുത്തിട്ടില്ല. പഴയത് നിലനിർത്തിക്കൊണ്ട് പോകാനേ പറ്റുള്ളൂ. കാരണം പണമില്ല. പണം ഉണ്ടായേ പറ്റുള്ളൂ. പണം ഉണ്ടാക്കാനുള്ള വഴികളാണ് VD സതീശൻ ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. അത് ആരെതിർത്താലും ഇത് മുന്നോട്ട് കൊണ്ടുപോകും. കാരണം ഇത് ചെയ്യാൻ വേണ്ടിയുള്ള മാൻഡേറ്റ് ആണ് ഈ UDF സർക്കാരിന് നൽകിയിരിക്കുന്നത്. അത് കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല, പ്രതിപക്ഷത്തിന് സമരം ചെയ്യാം, പക്ഷെ പ്രതിപക്ഷം സമരം ചെയ്താൽ പോലും അതിനെ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ജനവിരുദ്ധ സമരങ്ങളായിട്ട് അത് മാറുമെന്നാണ് ഞാൻ സംശയിക്കുന്നത്. കാരണം കാലം അത്രത്തോളം മാറിപ്പോയി, പാർട്ടി മാറിപ്പോയി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ മാറിപ്പോയി. ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കൊന്നും അവർക്കൊരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു എന്താ പറയുന്ന ഒരു പിന്നെ ഒരു വിഭാഗം ആൾക്കാർ അവരുടെ കൂടെ മിലിറ്റന്റ് ആയിട്ടുള്ള ഒരു വിഭാഗം ആൾക്കാരെ അവർ പിടിച്ചു നിർത്തിയിട്ടുണ്ട് സമരം ചെയ്യിക്കാനും ഒക്കെ ആയിട്ട്. പക്ഷെ ഇച്ഛാശക്തി അതിന്റെ പുറകിലത്തെ ജനങ്ങളുടെ വേണം. അത് ഇനി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവർക്കും അവരുടെ പുതിയ തലമുറയിൽപ്പെട്ട പിള്ളേരുടെ കാഴ്ചപ്പാടുകൾക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. സമരം ചെയ്യാൻ ആളൊക്കെ ഉണ്ടാവും. നാളെ ബസ്സിന് കല്ലെറിയാനും തീരദേശത്ത് പോയി സമരം ചെയ്യാനും ഒക്കെ ആൾ വരും. അക്കാര്യത്തിൽ അവർ സംശയമില്ല. ഓരോ സമരങ്ങളൊക്കെ സർക്കാർ നേരിടേണ്ടി വരും. പക്ഷേ പിടിച്ചിരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കാലം മാറുന്നു. അതുപോലെ മറ്റു കാര്യം, വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും ആളുകളെ ഇവിടെ എത്തിച്ച് അവർക്ക് ചികിത്സ കൊടുക്കാനുള്ള ഈ ആരോഗ്യ വകുപ്പ് അത് ശക്തിപ്പെടുത്താനുള്ള ഒരു സംവിധാനത്തെ കുറിച്ച് അത് അതെ, വിദേശ രാജ്യങ്ങളിലെ ചികിത്സാ സൗകര്യങ്ങൾ ഇവിടെ ഉണ്ടാക്കുക. പക്ഷെ ഇവിടുത്തെ ആളുകൾക്ക് ചികിത്സ നേടാണ്ട് ഇവിടുത്തെ ആശുപത്രികളിൽ പോകാൻ വയ്യാത്തൊരവസ്ഥയുണ്ട്. അപ്പോൾ ഇത് രണ്ടും നടക്കണം. വിദേശത്തു നിന്ന് ഇവിടെ ചികിത്സയ്ക്ക് വന്ന് ചികിത്സ തേടുന്ന തരത്തിൽ ഇവിടുത്തെ ചികിത്സാ സംവിധാനത്തെ ഉയർത്തുമ്പോൾ തന്നെ ഇവിടെയുള്ള സാധാരണക്കാർക്ക് അവരുടെ ചികിത്സ സൗജന്യമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ പറഞ്ഞ ഉമ്മൻചാണ്ടി ഈ ഇൻഷുറൻസ് പദ്ധതിയൊക്കെ നടപ്പാക്കണം. അതും എനിക്ക് തോന്നുന്നു ഇതിന് സമാന്തരമായിട്ട് അതോടെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ്. ഇതേ ആശുപത്രി തന്നെ വേണമല്ലോ ഇവിടുത്തെ സാധാരണക്കാരന് പോയി ചികിത്സ നടത്തും. നമുക്ക് 2 പേർക്കൊക്കെ പോകേണ്ട അവിടെയല്ലേ. അപ്പൊ അവിടെ ചികിത്സ നടത്തണമെങ്കിൽ അതിനുള്ള പണം വേണ്ടേ? അതുപോലെ ഇന്നലെ അദ്ദേഹം ബജറ്റിന് മുമ്പേ തന്നെ ചില സൂചനകൾ കൊടുത്തിരുന്നു. നിക്ഷേപങ്ങൾ സ്വീകരിക്കാൻ, വിദേശ നിക്ഷേപങ്ങൾ സ്വീകരിക്കാനുള്ള ചില ഗുണങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. വിദേശ നിക്ഷേപങ്ങള് അദ്ദേഹം വ്യക്തിപരമായിട്ട് തന്നെ പല ആളുകളെയും കണ്ട് സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾ നിക്ഷേപിക്കണം ഇവിടെ വന്ന്. അപ്പം ഇതൊക്കെ ഈ ആളുകൾക്ക് നിക്ഷേപിക്കണമെന്ന് തോന്നുന്നപ്പോഴാണ് സർക്കാരിന് സപ്പോർട്ട് കിട്ടുമ്പോഴാണ് പൂർണ്ണമായ പിന്തുണ. LDFന്റെ കാര്യത്തിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ പിണറായി വിജയന് പല വികസനങ്ങളോടും നിക്ഷേപങ്ങളോടൊക്കെ താല്പര്യമുണ്ടെങ്കിലും പാർട്ടിക്ക് ചില നിയന്ത്രണങ്ങളുണ്ട്, പാർട്ടിക്ക് ചില ഐഡിയോളജി ഉണ്ട്. അങ്ങനെ ചില പല കാര്യങ്ങൾക്ക് അവർക്ക് കൊടുക്കാൻ പറ്റത്തില്ല. ഇതങ്ങനെയല്ല. അവര് സ്വകാര്യ വിദ്യാഭ്യാസത്തെ അവർ എതിർത്തവരാണ്. അല്ല, അവർ പക്ഷേ അനുകൂലിച്ചിട്ട് പോലും അവർക്ക് ചെയ്യാൻ പറ്റില്ല. പ്ലാന്റേഷൻ മേഖലയില് ഒരു നിശ്ചിത വിഭാഗം ഈ ഫ്ലവർ ആൻഡ് ഫ്രൂട്ട് കൾട്ടിവേഷന് വേണ്ടിയിട്ട് മാറ്റി കൊടുക്കാനുള്ള ഒരു തീരുമാനം ബജറ്റിൽ കൊണ്ടുവന്ന ബജറ്റ് പ്രഖ്യാപിച്ചതാ, നടപ്പാക്കാൻ പറ്റിയില്ല. കാരണം അങ്ങനെയൊക്കെയുള്ള ലിമിറ്റേഷൻസ് ഉള്ള പാർട്ടിയാണ് CPM. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച്
അത് ഒരു നയപരമായ തീരുമാനം അവരുടെ പാർട്ടിയുടെ നിലപാടുകൾക്ക് വിരുദ്ധമല്ലാത്തതുകൊണ്ട് അവർക്ക് നടപ്പാക്കാൻ എളുപ്പമാണ്. വളരെ കൃത്യമാണ്. പണം വേണം, ഖജനാവ് നിറയ്ക്കണം. ഖജനാവ് നിറച്ചാൽ മാത്രമേ വെൽഫെയർ മെഷേഴ്സ് നടക്കുകയുള്ളൂ. ഇതാണ് അതിനകത്തെ ഒരു നയമായിട്ട് ഞാൻ കാണുന്നത്. അതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞ ഈ പ്രിയദർശിനി ബസ്സും സ്ത്രീകളുടെ സൗജന്യയാത്രയും പക്ഷെ അതിനെക്കുറിച്ചൊന്നും ബജറ്റിൽ അല്ല, അതിനെക്കുറിച്ച് ബജറ്റിൽ പറഞ്ഞ കാര്യമില്ലല്ലോ. ആ ബജറ്റിൽ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. അതിനകത്ത് 600 കോടി രൂപ ആ ആവശ്യത്തിന് വേണ്ടിയിട്ട് ബജറ്റിൽ മാറ്റിവെക്കും. അത് കൂടെ ഒന്നും ചെയ്യാനില്ല, കാരണം ഓൾറെഡി ഇതെല്ലാം പ്രഖ്യാപിച്ച് നടപ്പാക്കിയ കാര്യമില്ലേ. 29 പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ട് ലാഭത്തിൽ പോകുന്നത്. ഈ പൊതുമേഖല സ്ഥാപനങ്ങളിലേക്ക് പുറത്തുനിന്നുള്ള നിക്ഷേപം അത് എത്ര ശതമാനം, അതിന് സിയാൽ മോഡലിൽ എത്ര ശതമാനം നിക്ഷേപം സ്വീകരിച്ചുകൊണ്ട് എത്ര ശതമാനം ഓഹരികൾ കൊടുക്കുന്നത്? അതേ ലാഭത്തിൽ പോകുന്ന നഷ്ടത്തിൽ കൂടുന്നല്ല ആദ്യം ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. ഇവിടെ പുള്ളി ചെയ്യുന്നത് ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളൊന്നും പുള്ളി അടച്ചു പൂട്ടുക അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളൊന്നും പുള്ളി പ്രൈവറ്റൈസ് ചെയ്യുകയൊന്നും ചെയ്യുന്നില്ല. പക്ഷെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കയ്യിലിരിക്കുന്ന വസ്തുക്കൾ, ലാൻഡ്, അത് യൂട്ടിലൈസ് ചെയ്യും. അത് സ്വകാര്യ വ്യക്തികൾക്ക് PPP മോഡലിൽ ആ സ്ഥലം കൊടുത്തുകൊണ്ട്, കാരണം സ്ഥലമാണ് ഇവിടുത്തെ പ്രശ്നം, സ്ഥലത്തിന്റെ വിലയാണ് ഇവിടുത്തെ പ്രശ്നം. ഇവിടെ ആരും സ്ഥലം വാങ്ങിച്ച് 5-6 ഏക്കർ സ്ഥലം വാങ്ങി ഒരു പദ്ധതി നടപ്പാക്കാൻ പറ്റുമോ? എത്ര കോടി രൂപ അതിനുവേണ്ടി മാത്രം വേണം? സർക്കാരിന്റെ കയ്യിൽ സ്ഥലമുണ്ട്, സ്ഥലം കിട്ടാനില്ല. സർക്കാരിന്റെ കയ്യിൽ സ്ഥലമുണ്ട്. സർക്കാരിന്റെ കയ്യിലുണ്ട്. സർക്കാരിന്റെ കയ്യിലുള്ള സ്ഥലങ്ങൾ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി പാട്ട വ്യവസ്ഥയെ കൊടുക്കണം. കൊടുക്കാമെങ്കിൽ ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, നാളെ ഈ സ്ഥലമൊക്കെ അവരുടെ കയ്യിലായി പോകില്ലേ? പ്രൈവറ്റിക്കലി അവരുടെ കയ്യിലേക്കായി പോകും. പക്ഷെ അങ്ങനെ നടക്കുകയുള്ളൂ കാര്യം. അങ്ങനെ കൊടുത്ത്, പക്ഷെ ആ പദ്ധതി അവർ നടപ്പാക്കുന്നില്ലെങ്കിൽ ഭൂമി തിരിച്ചെടുക്കാനുള്ള അവകാശമുണ്ട്. പദ്ധതി നടപ്പാക്കുകയും പദ്ധതി വിജയകരമായി മുന്നോട്ട് പോവുകയും ചെയ്യണമെങ്കിൽ സ്ഥലം ഉടനെ തന്നെ ഇരിക്കും. ഒരുപക്ഷെ 50-60 വർഷത്തേക്കാണെങ്കിൽ 60 വർഷം കഴിയുമ്പോൾ നമുക്ക് ആ ഭൂമി വേണം തിരിച്ചെടുക്കാം. പക്ഷെ 60 വർഷം കഴിയുമ്പോഴത്തേക്കുള്ള 90 വർഷമാണെങ്കിൽ അന്നത്തെ കാലത്തെ ഈ അന്ന് കമ്മ്യൂണിസം തന്നെ അവിടെ ഉണ്ടാവില്ലല്ലോ. അന്നത്തെ പാർട്ടിയും അന്നത്തെ ജനാധിപത്യവും അന്നത്തെ ആളുകളുടെ വീക്ഷണം എന്താ നമുക്കറിയില്ല. അപ്പൊ അതുകൊണ്ട് പിന്നെ ഒരു പാർട്ടിയുടെ, ഒരു മുന്നണിയുടെ, ഒരു സർക്കാരിന്റെ ഒരു വിഷനാണ്. ആ വിഷൻ, അത് ജനങ്ങൾ കൊടുത്ത മാൻഡേറ്റ് ആണത്. ആ മാൻഡേറ്റ് അനുസരിച്ച് അവർ നടപ്പാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് ചെറിയ ഒരു കാര്യം. ഏതായാലും നമുക്ക് കാത്തിരിക്കാം എങ്ങനെയൊക്കെ പോകും. ബജറ്റുകൾ ഒരുപാട് നമ്മൾ എല്ലാ വർഷവും കാണുക. കഴിഞ്ഞ വർഷം തന്നെ 5 വർഷവും അതിന് മുമ്പത്തെ 5 വർഷം 10 ബജറ്റ് നമ്മൾ കണ്ടതാണ്. ഈ 10 ബജറ്റിലേക്ക് നടപ്പാക്കാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. തോമസ് ഐസക് അവതരിപ്പിച്ച പല ബജറ്റിലെയും പല കാര്യങ്ങളും നടത്തിയിട്ടില്ല. പലപോലെ പ്രഖ്യാപിച്ചിട്ടുള്ള ബജറ്റിൽ പ്രഖ്യാപിച്ച പല കാര്യങ്ങളും നടത്തിയിട്ടില്ല. അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ. ഇന്നിപ്പം മുഖ്യമന്ത്രി തന്നെ ബജറ്റ് അവതരിപ്പിച്ചു. അപ്പോൾ എത്രത്തോളം പ്രാബല്യം വരും, എത്രത്തോളം നടപ്പാകും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട കാര്യങ്ങൾ.